ലോകതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെയും ഉദ്ഭവത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറിപ്പുകൾ താഴെ നൽകുന്നു. കമ്മ്യൂണിസം, ഉദ്ഭവം. ആശയത്തിന്റെ തുടക്കം. കാൾ മാർക്സ്, ഫ്രെഡറിക് ഏംഗൽസ് എന്നിവരാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രധാന ഉപജ്ഞാതാക്കൾ. 1848 ഇവർ പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന രേഖ. സാമൂഹിക പശ്ചാത്തലം. 19-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവകാലത്ത് മുതലാളിത്തം വളരുകയും തൊഴിലാളികൾ വലിയ ചൂഷണത്തിന് വിധേയരാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കമ്മ്യൂണിസം ഒരു വിപ്ലവ ആശയമായി ഉയർന്നുവന്നത്. പ്രധാന ലക്ഷ്യം സ്വകാര്യ സ്വത്തവകാശം ഇല്ലാതാക്കി ഉൽപ്പാദന ഉപാധികൾ, ഭൂമി, ഫാക്ടറികൾ, യന്ത്രങ്ങൾ സമൂഹത്തിന്റെ പൊതു ഉടമസ്ഥതയിലാക്കുക എന്നതാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. സമത്വമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം. ലോക ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ. റഷ്യൻ വിപ്ലവം. 1917 വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ നടന്ന റഷ്യൻ വിപ്ലവമാണ് കമ്മ്യൂണിസ്റ്റ് ആശയം ആദ്യമായി ഒരു രാജ്യത്ത് ഭരണകൂടമായി മാറിയ സംഭവം. ഇത് സോവിയറ്റ് യൂണിയന്റെ രൂപീകരണത്തിന് വഴിയൊരുക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കാനും വിപ്ലവത്തിലൂടെ ഭരണം പിടിച്ചെടുക്കാനും ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളായി ഇവ ലോകമെമ്പാടും വ്യാപിച്ചു. ചൈനീസ് വിപ്ലവം. 1949 മാവോ സെതൂങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നത് ലോക ചരിത്രത്തിലെ മറ്റൊരു പ്രധാന സംഭവമായിരുന്നു. പ്രധാന ആശയങ്ങൾ. വർഗസമരം ചരിത്രത്തെ ചൂഷണം ചെയ്യുന്നവർ മുതലാളിമാർ എന്നും ചൂഷണം ചെയ്യപ്പെടുന്നവർ തൊഴിലാളികൾ എന്നും രണ്ടായി കാണുന്നു. ഈ വർഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് മാർക്സിയൻ കാഴ്ചപ്പാട്. തൊഴിലാളി വർഗ ഏകാധിപത്യം വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത ശേഷം തൊഴിലാളിവർഗം അധികാരം കൈയാളുകയും പഴയ മുതലാളിത്ത വ്യവസ്ഥയെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഘട്ടമാണിത്. വർഗരഹിത സമൂഹം. ഭരണകൂടത്തിന്റെ ആവശ്യകതയില്ലാത്ത എല്ലാവർക്കും തുല്യതയുള്ള ഒരു അവസ്ഥയിലേക്ക് ലോകത്തെ എത്തിക്കുക എന്നതാണ് കമ്മ്യൂണിസത്തിന്റെ ലക്ഷ്യം.